ഇന്ന് നമ്മുടെ രാജ്യം അഭിമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാശ്മീരിലേക്ക് കടന്നു കയറി തീവ്രവാദികൾ ഒന്നും അറിയാത്ത സാധാരണക്കാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. നിരവധി മനുഷ്യരാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതിനകത്ത് പുരുഷന്മാരെ തെരഞ്ഞു പിടിച്ചാണ് ഇല്ലാതാക്കിയത്, മതം നോക്കിയാണ് ഇല്ലാതാക്കിയത്. അന്ന് ഒരു തീവ്രവാദി അതിലൊരു സ്ത്രീയോട് പറഞ്ഞു, നീ പോയി മോദിയോട് പറയൂ എന്നാണ് പറഞ്ഞത്. അവരുടെ ജീവൻ എടുക്കൂ എന്ന് പറഞ്ഞു, നീ പോയി മോദിയോട് പറയൂ എന്ന് പറഞ്ഞു. അതേ നരേന്ദ്രമോദി, നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നമുക്ക് പലതരത്തിലുള്ള രാഷ്ട്രീയം കാണാം, അഭിപ്രായം കാണാം, അഭിപ്രായ വ്യത്യാസം കാണും. പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ അവൻ്റെ കണ്ണാക്കി പോയി പൊട്ടിക്കാനുള്ള ശേഷി ഈ രാജ്യത്തിനുണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തിനുണ്ട്. ആ സൈന്യത്തിന് ശേഷം നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കുറേ എണ്ണം പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിലിരുന്നത്. അവൻ്റെയൊക്കെ കുറേ ഈ മനുഷ്യസ്നേഹം, എന്ത് മനുഷ്യസ്നേഹം! അവിടുന്ന് റിക്രൂട്ട് ചെയ്ത് ഇവിടോട്ട് കയറ്റിവിട്ട് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ നേരത്ത് ഇല്ലാത്ത സ്നേഹമാണ് തീവ്രവാദ ക്യാമ്പ് ആക്രമിക്കുമ്പോൾ. അവിടെ ഒരു സാധാരണക്കാരനൊന്നും പറ്റിയിട്ടില്ല. മനസ്സിലായില്ലേ? ഒരു സാധാരണക്കാരനും പറ്റി. ഇവിടെ കുറേ എണ്ണം ഇരുന്ന് മുതലക്കണ്ണീർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇസ്രയേലുമായി കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് കമ്പയർ ചെയ്തു, ഒരു കുഴപ്പമില്ല. എന്താണ് അന്ന് ഫലസ്തീനും ഇസ്രയേലിലും നടന്നത്? ഈ കാശ്മീരിൽ നടന്ന സെയിമാണ്, ഒരു വ്യത്യാസമില്ല. ഇവിടെ കുറേ എണ്ണം ഇരുന്നിട്ട് സ്വാതന്ത്ര്യ സമര പോരാളി എന്ന് പറഞ്ഞിട്ട് തീവ്രവാദികൾ വിളിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്ത് സ്വാതന്ത്ര്യ സമര പോരാളിയാണ്? നമ്മൾ ഫലസ്തീനിലെ സാധാരണക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ തീവ്രവാദം എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? കാശ്മീരിൽ നടന്ന തീവ്രവാദമാണെന്നുണ്ടെങ്കിൽ ഫലസ്തീനിൽ ഹമാസ് ചെയ്തത് തീവ്രവാദമാണ്. ഇസ്രയേലിലേക്ക് ഒരു രാജ്യത്തേക്ക് കടന്നു കയറി ചെന്നിട്ട് 1200 സാധാരണക്കാരായിട്ടുള്ള ടൂറിസ്റ്റുകളെ കണ്ടെടുത്ത് വെച്ച് വെടിവെച്ച് വരിക, പിന്നെ സ്വാതന്ത്ര്യ സമരം എന്നാണ് പറയുന്നത്. ഇവിടെ കുറേ എണ്ണം വെളുപ്പിക്കാനിരിക്കുക. അങ്ങനെ ഒരു വെളുപ്പീരൻ്റെയും കാര്യമില്ല. അന്ന് മുതലക്കണ്ണീർ ഒഴുക്കിയ ഒരാളുണ്ട്, റിയാസ് സലീം. അന്ന് ഒക്ടോബർ 7 സാധാരണക്കാരെ കൂട്ടുകരുതി ചെയ്തപ്പോൾ എന്താ റിയാസ് സലീമിന് കണ്ണിൽ നിന്ന് വെള്ളം വന്നില്ലേ? ഇതുപോലെ കുറേ ടീമുണ്ട് നമ്മുടെ നാട്ടിൽ. ഇമാതിരി ടീമാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ അവിടുത്തെ പള്ളി സാധാരണക്കാരെന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ ഇസ്രയേലിനെ പോലെ പെരുമാറുന്നു, ഗസയോട് പെരുമാറിയതുപോലെ ഇസ്രയേലിനെ പോലെ ഇന്ത്യ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാര്യമായിപ്പോയി. ഭീകരവാദമായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യ ഇസ്രയേലിനെ പോലെ അങ്ങ് പെരുമാറി, ഇങ്ങോട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി മാന്തു ഇന്ത്യ. അതുതന്നെയാണ് നമ്മുടെ സമീപനം. മനസ്സിലായില്ലേ? അതുതന്നെയാണ് നമ്മുടെ സമീപനം. ഇവിടെ കുറേ ആൾക്കാർ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അയ്യോ അവിടുത്തെ മനുഷ്യാവകാശം എന്നും പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുക. അവന്മാർ അവിടെ ആട്ടയ്ക്ക് ഒരു കിലോ ആട്ട മേടിക്കാൻ ഗതിയില്ലാത്തവന്മാരാണ്. അവിടെ തീവ്രവാദം വളർത്തിയിട്ട് നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറ്റി വെച്ചിട്ട് പിന്നെ വെറുതെ നോക്കി കൈയും കെട്ടി നമ്മൾ നോക്കിയിരിക്കണോ? അങ്ങനെ നോക്കിയിരിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ റിയാസ് സലീമിനെ പോലുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. റിയാസ് സലീം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. റിയാസ് സലീം വീട്ടിൽ ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അതുപോലെ ഈ തീവ്രവാദികൾ എന്ന് പറയുന്നത് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറി കാശ്മീരിലേക്ക് വന്നിട്ട് അവർ രാവിലെ അങ്ങോട്ട് കുളിച്ച് മുഖത്ത് 4 സെറ്റ് പുട്ടിയിട്ട് ലിപ്സ്റ്റിക്ക് വിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. മനസ്സിലായോ? പിന്നെ റിയാസ് സലീമെ ഈ ഗണ്ണുണ്ടല്ലോ അതിങ്ങനെ തൂക്കിയിട്ടുണ്ട് നടക്കാനുള്ളതല്ല. നമ്മുടെ രാജ്യത്ത് ആൺപിള്ളേർ സൈന്യത്തിലുണ്ട്. നമ്മുടെ രാജ്യത്തിന് നേരെ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ അവിടെ കയറി പൊട്ടിക്കാൻ, ആ തൂക്കൊണ്ട് പൊട്ടിക്കാൻ അവർക്കറിയാം. അല്ല തൂക്കിയിട്ടുണ്ട് നടക്കുകയല്ല അവർ ചെയ്യുന്നത്. വ്യക്തമായി റിയാസ് സലീമിന്. പിന്നെ റിയാസ് സലീം ആ AC-യുടെ നല്ല കൂളിംഗ് ഔട്ട് കൂട്ടിയിട്ടിട്ട് അടുത്ത പ്രൊമോഷൻ പിടി ലിപ്സ്റ്റിക്കിൻ്റെ 5-5.5 മിനിറ്റ് കൊണ്ട് 1.5 കിലോമീറ്റർ ഓടിക്കയറാനും ഇന്ത്യൻ ആർമിയിൽ റിക്രൂട്ട്മെൻറ്റിന് പോകാനും അല്ലെങ്കിൽ ഫിസിക്കൽ പാസ്സാവാനും ട്രെയിനിങ് പാസ്സാവാനും ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്തത്. ഇന്ന് രാവിലെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി 2 പെൺകുട്ടികളാണ് മുമ്പോട്ട് വന്നത് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും എൻ്റെ രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. അവരുടെ ജീവൻ നൽകി പണിയെടുക്കുന്നുണ്ട്. കൊണ്ട് കുടുംബവും കുട്ടികളും അവർക്കും വേണമെന്നുണ്ടെങ്കിൽ റിയാസ് ചെയ്യുന്ന പോലെ വീട്ടിൽ ഇരുന്നിട്ട് AC ഓണാക്കിയിട്ട് മോഹിനിയാട്ടത്തിൻ്റെ എക്സ്പ്രഷനും കൊടുത്തിട്ട് മുഖത്ത് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് പൈസ ഉണ്ടാക്കാം. വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് അടിക്കുന്ന പോലല്ല. മനസ്സിലായല്ലേ? വെറുതെ വീട്ടിൽ ഇരുന്ന് അടിക്കുന്ന പോലല്ല കാര്യങ്ങൾ. മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഇരുന്ന് അടിക്കാം. കുറച്ച് മനുഷ്യർ അവരുടെ ജീവൻ നൽകുന്നതുകൊണ്ടാണ് റിയാസ് സലീമിനെ പോലുള്ള ആൾക്കാർ ഈ കേരളത്തിൻ്റെ ഒരു തുരുത്തിലിരുന്നിട്ട് ഈ വലിയ ഡയലോഗ് അടിക്കും. എൻ്റെ പൊന്നു മോനെ നിന്നെയൊക്കെ പിടിച്ചോണ്ട് ഈ തീവ്രവാദ ക്യാമ്പിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ മൃഗശാലയിൽ ഈ സിംഹത്തിന് ഇറച്ചിയിട്ട് കൊടുക്കുമല്ലോ, അതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ റിയാസ് സലീമിനൊക്കെ മനസ്സിലാവും എന്താണ് ഭീകരവാദം. അവിടെ നിന്നൊക്കെ നീ ജീവനോടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താടാ മോനെ തീവ്രവാദത്തെ പറ്റി നിൻ്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു മനുഷ്യാവകാശവും റിയാസ് സലീം പറയത്തില്ല. തത്തയല്ല താറാവ് പറയുന്ന പോലെ ഭീകരവാദം എന്താണെന്ന് റിയാസ് സലീം പറഞ്ഞ് നാട്ടുകാർക്ക് കൊടുക്കും. മനസ്സിലായി? ഈ കേരളത്തിൽ ഇരുന്ന് പല ഡയലോഗ് കൂടി. അതുപോലെ ആമിന എന്ന് പറയുന്ന ഒരു നടി ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട്. രാജ്യത്തെ ഓർത്ത് ലജ്ജ തോന്നുന്നു, അവിടുത്തെ സാധാരണക്കാർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ കുറച്ച് സിനിമയിലൊക്കെ സൈഡ് റോൾ ചെയ്തൊരു ആമിനയാണ്, ഒരു നടി. ഇവരുടെ ഡയലോഗ് അടിയാണ് എന്ത് തീവ്രവാദി കുടുംബം ഇന്ത്യയുടെ അറ്റാക്കിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇവരുടെ വാപ്പയുടെ കുടുംബമാണെന്ന് തോന്നുന്നു. അല്ലല്ലോ, തീവ്രവാദമല്ലേ?
അത് നിങ്ങൾക്ക് പൊള്ളേണ്ട കാര്യമൊന്നും. ഇതുപോലുള്ള ജീവനെയൊക്കെ കൃത്യമായ രീതിയിൽ തീവ്രവാദം നടക്കുന്ന ആ സ്ഥലത്ത് കൊണ്ടുപോകണം. ഇതുപോലെ കാശ്മീരിലേക്ക് ഇവിടെ സേഫായിട്ട് ഇരുന്നിട്ട് ഡയലോഗ് അടിക്കുന്നത്. ഇവിടെ സേഫായിട്ട് സിനിമയിലും അഭിനയിച്ച് പ്രൊമോഷനും എടുത്ത് ലിപ്സ്റ്റിക്കും ഇട്ട് അടിച്ച് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമ നടിയും ഈ ബിഗ് ബോസ് താരമൊക്കെ. ഇതിനെയൊക്കെ നേരെ ഈ പ്രശ്നം നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഒരു വെള്ളക്കൊടിയും കൊടുത്തിട്ട് നേരെ കയറിപ്പോയിട്ട് സമാധാനം പറഞ്ഞിട്ട് വരാൻ പറയണം. അവരൊന്ന് ഈ രാജ്യത്തേക്ക് കടന്നു വരുന്ന തീവ്രവാദ ക്യാമ്പിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ നിമിഷം പൊട്ടിത്തെറിയാൻ നിൽക്കുന്നില്ല, അവന്മാരോട് പോയിട്ട് സമാധാനം പറഞ്ഞിട്ട് അവന്മാരെ തിരുത്തിക്കൊണ്ട് വരാൻ പറയണം. അപ്പോൾ അറിയാം ഇവൻ്റെയൊക്കെ വെടി പോകുന്നത്. ഇമാതിരി ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്ന ടീമിൻ്റെയൊക്കെ തിരിച്ചടിക്കാൻ ശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ രാജ്യത്ത് സൈനികരില്ലെങ്കിൽ എൻ്റെ പൊന്ന് റിയാസെ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല. എൻ്റെ പൊന്ന് ആമിന നടി വീട്ടിൽ കിടന്നുറങ്ങത്തില്ല. വീട്ടിൽ കിടന്നുറങ്ങത്തില്ല. ആ നടിയുടെ ഫുൾ നെയിം വേണമെങ്കിൽ എന്നോട് പറയും. ഈ നടിയുടെ പേര് ആമിന നിജാം എന്നാണ് കേട്ടോ, ആമിന നിജാം. പിന്നെ ഇവർക്കൊക്കെ പിന്നെ തിന്നാൻ റൊട്ടിയില്ലാത്ത പലസ്തീന് വേണ്ടി വെള്ളം വെക്കാം. അവിടെ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ വാ പലസ്തീൻ കുളിര് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വെള്ളം വെക്കുക. സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം കാലം, സ്വന്തം വീട് തകരാത്തിടത്തോളം കാലം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരമാണ്. എം സ്വരാജ് നമ്മുടെ നിയമസഭയിലെ ഒരു മുൻ MLA ആണ്, ഡയലോഗ് അടിയാണ്. ഈ പുള്ളിക്കാരൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഹമാസ് ഇസ്രയേലിൽ കയറി തീവ്രവാദാക്രമണം നടന്നപ്പോൾ എന്തു തന്നെ സംഭവിച്ചാലും ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ മുതലാണ്. ഇപ്പോൾ രാജ്യം പാകിസ്ഥാനിൽ കയറി തീവ്രവാദികളെ അടിച്ചപ്പം വന്നിരിക്കുക വെളുപ്പീരും കൊണ്ട് യുദ്ധം, വീട്ടുമുറ്റം എന്നൊക്കെ പറയും. അന്നെന്താ യുദ്ധമല്ലായിരുന്നു, അന്നെന്താ വീട്ടുമുറ്റം ഇല്ലായിരുന്നു. അവിടെ സാധാരണക്കാർക്ക് ഈ ഹമാസ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയപ്പോൾ സാധാരണക്കാർക്ക് നേരെ, അവിടുത്തെ ടൂറിസ്റ്റുകൾക്ക് നേരെ, സാധാരണ മനുഷ്യർക്ക് നേരെ നമ്മളിപ്പോൾ കാശ്മീരിൽ കണ്ടതുപോലെ അന്ന് വെളുപ്പിച്ച ടീമൊക്കെയാണ്. ഇതിനെ ഒന്നും നിയമസഭയെ കയറ്റിയിടരുത്. നിങ്ങൾ അടുത്ത ഇലക്ഷൻ ഇതൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വരാജിനെ പോലുള്ള ആൾക്കാർ വിവരക്കേട് പരിപാടിയാണ്. നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്ഥാനാർത്ഥി ജയിക്കാൻ സ്ഥാനാർത്ഥി ഉണ്ടോ, പുള്ളിക്കാരൻ വോട്ട് ചെയ്തേക്കണം. അത് പാർട്ടി നോക്കരുത്. ഇതിനെയൊന്നും നിയമസഭയെ കയറ്റരുത്. അമ്മാതിരി ടീമുകളൊക്കെയാണ്. LDFിൻ്റെ മുൻ MLA ആണ്, ഇപ്പോഴും ഈ CPMന് വേണ്ടി സംസാരിക്കുന്ന ആളാണ്. CPMൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് എം സ്വരാജ്. ഇതുപോലെ കുറേ ടീമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെന്ന് പറഞ്ഞു നടക്കുന്നത്. തീവ്രവാദത്തെ, ഹമാസിൻ്റെ തീവ്രവാദത്തെ വെളുപ്പിക്കുക, എന്തു തന്നെ ചെയ്താലും ഹമാസ് പുണ്യാളന്മാരാണ്. എന്തായാലും റിയാസ് സലീമിനെ പോലെ, ആമിനെ പോലെ, സ്വരാജിനെ പോലെ കുറേ ടീം സോഷ്യൽ മീഡിയ കിടന്ന് വെളുപ്പിക്കുന്നുണ്ട്. അയ്യോ പാകിസ്ഥാൻ അവരുടെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല. ഇന്നലെ രാത്രി പാകിസ്ഥാനിൽ കയറി തീവ്രവാദിയുടെ ക്യാമ്പിൽ കയറി ഇന്ത്യയുടെ സൈന്യം അടിച്ചിട്ടുണ്ട്. നല്ല കീട്ടിലൻ അടിച്ചിട്ടുണ്ട്. അവൻ്റെയൊക്കെ ഉപ്പാൻ്റെ ഈ കിണുങ്ങാമണ്ടി വരെ അടിച്ചു പോകുന്ന രീതിയിൽ അവിടെ അടിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സൈന്യം. മനസ്സിലായോ? ഇന്ത്യക്കുള്ളിൽ നമ്മളെല്ലാവരും ഒറ്റക്കായിട്ട് നിൽക്കുക. റിയാസ് സലീമിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഈ ഗാസ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നതാണ്. ഈ സ്വരാജ് ഗാസ അല്ലെങ്കിൽ ഫലസ്തീൻ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നതാണ്. നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്ത സ്ഥലം ഇവിടെ കിടന്ന് കുറേ എണ്ണം നിലവിളിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് വോട്ട് ബാങ്കിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള ടീമൊക്കെ ഇന്ത്യ കയറി പാകിസ്ഥാനിലെ തീവ്രവാദികളെ അടിച്ചപ്പോൾ ഇവിടെ കിടന്ന മനുഷ്യാവകാശം, അവിടുത്തെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ബഹളം വെപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ, അങ്ങ് കൈ വെച്ചോണ്ടാൽ മതി. എന്തായാലും ഇമാതിരി ടീമിനെതിരെ നല്ല രീതിയിൽ ആൾക്കാർ പ്രതികരിക്കണം. മോൻ പോയിട്ട് റിയാസ് സലീമില്ലേ, മോൻ പോയിട്ട് ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്രൊമോഷൻ പിടി, എന്നിട്ട് AC-ക്കകത്തിരുന്ന് ലിപ്സ്റ്റിക് അടിച്ച് പ്രൊമോഷൻ പൈസ ഉണ്ടാക്കുക. അതിർത്തിയിലെ കാര്യവും ഇന്ത്യയുടെ സുരക്ഷ ആൺപിള്ളേർ നോക്കിയോളും. നല്ല അടിപൊളി പെൺപിള്ളേർ ഇന്ത്യയുടെ സൈന്യത്തിനുണ്ട്, അവർ നോക്കിയോളും കേട്ടോ. എന്തായാലും ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്ത് സപ്പോർട്ട്